This is lecture 4 of module 4, design of rapid gravity filter. Design a rapid sand filter unit for 4 million liters per day of supply with all its principal components. ഇവിടെ ഇപ്പോൾ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത് എല്ലാ കമ്പോണൻറ്റും ഡിസൈൻ ചെയ്യാനാണ്. ഡിസൈൻ എ റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞ് മാർക്ക് കുറവാണെങ്കിൽ എല്ലാം ചെയ്യേണ്ട സൈസ് മാത്രം കണ്ടുപിടിക്കാം. അപ്പോൾ ഫുൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിൻ ദ സൈസ് ഓഫ് ദി ഫിൽറ്റർ, ദെൻ ഡിസൈൻ ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം ആൻഡ് ഡിസൈൻ ഓഫ് വാഷ് വാട്ടർ ട്രഫ്. ഇത് മൂന്നുമാണ് ഫുൾ ഡിസൈൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ട്രീറ്റഡ് മാത്രമേ തന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം അസ്യൂം ചെയ്യാം. അപ്പോൾ വാട്ടർ റിക്വയർഡ് പെർ ഡേ എന്ന് പറഞ്ഞാൽ 4 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ. ഈ ഫിൽറ്റേർഡ് വാട്ടർ തന്നെയാണ് നമ്മൾ വാഷിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വാഷിങ്ങിന് എത്രയാണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പോൾ അസ്യൂമിങ് ദാറ്റ് 4% filtered water is required for washing of the filter every day. അതിന് ആ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2 to 5% of the filtered water is required for washing of the filter. Then total filtered water required per day equal to 1.04 times 4 mld equal to 5.16 mld. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. 4% ഓഫ് 4 mld ചെയ്തിട്ട് അതിൻ്റെ 4ൻ്റെ കൂടെ ആഡ് ചെയ്തും ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ മാതിരി 1.04 ടൈംസും ചെയ്യാം. രണ്ടും ഒരേ ആൻസർ തന്നെ വരും. 4% ഓഫ് 4 + 4, അതാണ് ടോട്ടൽ ഫിൽറ്റേർഡ് വാട്ടർ റിക്വയർഡ് പെർ ഡേ, ദറ്റ് ഈസ് 4.16 mld ഈക്വൽ ടു 4.16 mld. ദെൻ ഇനി ഈ വാഷിങ്ങിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു തിയറി പറഞ്ഞപ്പോൾ ഒരു 30 മിനിറ്റ്സ് ലോസ് വരും. അപ്പോൾ അത് അസ്യൂം ചെയ്യുക. അസ്യൂമിങ് ദാറ്റ് 0.5 അവർ ഈസ് ലോസ്റ്റ് എവറി ഡേ ഇൻ വാഷിംഗ് ദ ഫിൽറ്റർ. 0.5 അവർ എന്ന് 30 മിനിറ്റ്സ്. അപ്പോൾ ഫിൽറ്റേർഡ് വാട്ടർ റിക്വയർഡ് പെർ അവർ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ ഫിൽറ്റേർഡ് വാട്ടർ റിക്വയർഡ് പെർ ഡേ, ആ ഒരു ഡേ എന്ന് പറയുമ്പോൾ 24 അവേഴ്സിൽ ഫിൽറ്റർ ചെയ്യേണ്ട വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി 4.16 മില്യൺ ലിറ്റർ. പക്ഷേ 24 അവർ നമുക്ക് കിട്ടുന്നില്ല, 0.5 അവർ വാഷിങ്ങിന് പോകണം. എന്ന് പറഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ടു ബി ട്രീറ്റഡ് ഇൻ 23.5 അവറാണ് 4.16 മില്യൺ ലിറ്റർ. അപ്പോൾ അതിൽ നിന്ന് 1 അവറിന് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഫിൽറ്റേർഡ് വാട്ടർ റിക്വയർഡ് പെർ അവർ ഈക്വൽ ടു 4.16 ഡിവൈഡഡ് ബൈ 23.5, അപ്പോൾ ഈക്വൽ ടു 0.177 മില്യൺ ലിറ്റേഴ്സ് പെർ അവർ. അപ്പോൾ ഫിൽറ്റേർഡ് വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി അറിയാം. ഇനി റേറ്റ് ഓഫ് ഫിൽട്രേഷൻ അസ്യൂം ചെയ്യുക. അസ്യൂമിങ് ദാറ്റ് ദ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ടു ബി 5000 liters per hour per meter square. In case of rapid sand filter, rate of filtration ranges from 3000 to 6000 liters per hour per meter square. അതിൽ നിന്ന് ഇടയ്ക്കുള്ള ഒരു വാല്യൂ എടുത്തു. അപ്പോൾ ഫിൽറ്റേർഡ് വാട്ടർ റിക്വയർഡ് പെർ ഡേ അറിയാം, റേറ്റ് ഓഫ് ഫിൽട്രേഷൻ അറിയാം. അതിൽ നിന്ന് ഏരിയ ഓഫ് ഫിൽറ്റർ റിക്വയർഡ് ഈസ് ഈക്വൽ ടു ഫിൽറ്റേർഡ് വാട്ടർ റിക്വയർഡ് പെർ അവർ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ. ഫിൽറ്റേർഡ് വാട്ടർ റിക്വയർഡ് പെർ അവർ 0.177 മില്യൺ ലിറ്റർ, അതിന് കൺവേർട്ട് ചെയ്യുക ലിറ്ററിലോട്ട് ഇൻറ്റു 10⁶ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ 5000 ഈക്വൽ ടു 35.4 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഫിൽറ്ററിൻ്റെ ഏരിയ കിട്ടി. റെക്റ്റാങ്കുലർ ആണ് ഷേപ്പ്, അപ്പോൾ അതിൻ്റെ ലെങ്തും വിഡ്ത്തും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് L/B റേഷ്യോ, ദറ്റ് ഈസ് ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ അസ്യൂം ചെയ്യാം. അപ്പോൾ അസ്യൂമിങ് ദ ലെങ്ത് ഓഫ് ഫിൽറ്റർ ബെഡ് ആസ് 1.5 ടൈംസ് ദ വിഡ്ത്ത് ഓഫ് ദ ഫിൽറ്റർ ബെഡ് ആൻഡ് 2 ബെഡ്സ്. ഇപ്പം മിനിമം 2 ബെഡെങ്കിലും വേണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ നേരത്തെ തിയറിയിൽ പറഞ്ഞു, നമ്പർ ഓഫ് ഫിൽറ്റർ ബെഡ്സ് റിക്വയർഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ n ഈക്വൽ ടു 1.22 × √Q. അത് വെച്ച് വേണമെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 ബെഡ്സ് ആണെന്നുള്ള അസംഷനിൽ എടുത്തു. അപ്പോൾ ആ 2 ബെഡിൻ്റെയും കൂടെ ഏരിയയാണ് 35.4. അപ്പോൾ 2 അസ്യൂമിങ്
the length of the filter bed as 1.5 times the width of the filter bed and 2 beds. അപ്പോൾ ടോട്ടൽ ഏരിയ പ്രൊവൈഡഡ് എന്ന് പറഞ്ഞത് 2 ഇൻറ്റു 2 ഫിൽറ്റർ ബെഡ് ഇൻറ്റു ഒരു ഫിൽറ്റർ ബെഡിൻ്റെ ലെങ്ത് L ഇൻറ്റു B ഈക്വൽ ടു 35.4. ഇനി L എന്ന് പറഞ്ഞത് 1.5 ടൈംസ് ദ വിഡ്ത്ത്. അപ്പോൾ 2 ഇൻറ്റു 1.5 ഇൻറ്റു B ഈക്വൽ ടു 35.4. അതിൽ നിന്ന് B ഈക്വൽ ടു 3.43 മീറ്റർ ആൻഡ് L ഈക്വൽ ടു 5.14. അതിന് നമ്മൾ റൗണ്ട് ചെയ്തു 5.2. അപ്പോൾ അവിടെ റൗണ്ട് ചെയ്തത് കൊണ്ട് കറസ്പോണ്ടിങ് വിഡ്ത്ത് എത്രയെന്നൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ L ഈക്വൽ ടു 5.2 ആണെങ്കിൽ വിഡ്ത്ത് എന്ന് പറഞ്ഞത് 35.4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5.2, അപ്പോൾ 3.4 മീറ്റർ. അപ്പോൾ ഹെൻസ് അഡോപ്റ്റ് 2 ഫിൽറ്റർ യൂണിറ്റ്സ് ഈച്ച് ഓഫ് ഡയമെൻഷൻ 5.2 മീറ്റർ ബൈ 3.4 മീറ്റർ. അപ്പോൾ ഇത്രയാണ് ഏതാ ഫിൽറ്ററിൻ്റെ സൈസ്. ഇനി സെക്കൻഡ്, ഡിസൈൻ ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം. അപ്പോൾ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്തോ ആണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം പറയണം. നേരത്തെ നമ്മൾ തിയറിയിൽ പറഞ്ഞു അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ടു റിസീവ് ആൻഡ് കളക്ട് ദ ഫിൽറ്റേർഡ് വാട്ടർ ആൻഡ് ഫോർ ബാക്ക് വാഷിംഗ്. പിന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ മാനിഫോൾഡ് ആൻഡ് ലാറ്ററൽ സിസ്റ്റം, വീലർ ബോട്ടം, പോറസ് പ്ലേറ്റ് ബോട്ടം, ഔട്ട് ഓഫ് വിച്ച് മാനിഫോൾഡ് ആൻഡ് ലാറ്ററൽ സിസ്റ്റം ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ്. അതിവിടെ പറയുക. ലെറ്റ് എ മാനിഫോൾഡ് ആൻഡ് ലാറ്ററൽ സിസ്റ്റം ബി പ്രൊവൈഡഡ് below the filter bed for receiving the filtered water and to allow backwashing for cleaning the filter. ഇനി manifold and lateral system consists of എന്താണ് central manifold pipe with laterals having perforations at their bottom. ഇപ്പോൾ ഈ manifold and lateral സിസ്റ്റത്തിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. പെർഫറേറ്റഡ് പൈപ്പ് ടൈപ്പ് സിസ്റ്റവും perforated pipe type system and stainer type system. അതിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ അസ്യൂം ചെയ്തേക്കുന്ന പെർഫറേറ്റഡ് പൈപ്പ് ടൈപ്പ് സിസ്റ്റം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ലാറ്ററൽസിൽ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ്. അപ്പോൾ സെൻട്രൽ മാനിഫോൾഡ് പൈപ്പ് വിത്ത് ലാറ്ററൽ ഹാവിങ് പെർഫറേഷൻസ് അറ്റ് ദെയർ ബോട്ടം. അപ്പോൾ ആ ഫിഗറിൽ സെൻട്രലിൽ മെയിനായിട്ട് ഒരു സെൻട്രൽ മാനിഫോൾഡ് പൈപ്പ്, അതിന് പെർപെൻഡിക്കുലറായിട്ട് ലാറ്ററൽസ്, ദ സ്പേസിങ് ബിറ്റ്വീൻ ലാറ്ററൽസ് 15 to 30 സെൻറ്റിമീറ്റർ. പിന്നെ ലാറ്ററൽസ് ആർ പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു ദ മാനിഫോൾഡ് പൈപ്പ്. ദെൻ ഇനി ഇത് ഡിസൈൻ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഡിസൈൻ കൺസിഡറേഷൻസ് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ട ലാറ്ററൽസിൽ പെർഫറേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പെർഫറേഷൻസിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. അത് 0.2% ഓഫ് ദ ഫിൽട്ടർ ഏരിയ. ആ ഫിൽട്ടർ ഏരിയയുടെ 0.2% ചെയ്യുമ്പോൾ പെർഫറേഷൻസിൻ്റെ ഏരിയ കിട്ടും. പെർഫറേഷൻസിൻ്റെ ഏരിയയുടെ 2 to 4 times എടുക്കുമ്പോൾ ലാറ്ററൽസിൻ്റെ ഏരിയ, ലാറ്ററലിൻ്റെയും 2 times എടുക്കുമ്പോൾ മാനിഫോൾഡിൻ്റെ ഏരിയ. ആ ഡിസൈൻ കൺസിഡറേഷൻ. But to design this system, let us assume that the area of perforations is 0.2% of the filter area. Therefore, area of perforations equal to 0.2% of 5.2 into 3.4. That equal to 0.035 meter square. Then assuming the area of each lateral equal to 2 to 4 times ആണ്. അതിന് നമ്മളിവിടെ 2 times എന്ന് അസ്യൂം ചെയ്തു. 2 times the area of perforations for 13 millimeter diameter perforations. ആ പെർഫറേഷൻസിൻ്റെ ഡയമീറ്റർ 6 to 13 millimeter ആണ്. നമ്മളിവിടെ 13 millimeter ആണെന്നുള്ള അസംഷൻ. Then total area of laterals equal to 2 into total area of perforations, that is 2 into 0.035 equal to 0.07 meter square. Then assuming the area of manifold to be about twice the area of laterals, that is area of manifold equal to 2 into 0.07 equal to 0.14 meter square. Let D be the diameter of the manifold pipe, then pi by 4 d square equal to 0.14. അതിൽ നിന്ന് D equal to 0.42
meter, approximately equal to 45 centimeter. Then ഈ ഫിഗറിൽ ആ മാനിഫോൾഡിൻ്റെ ഡയമീറ്റർ മാർക്ക് ചെയ്ത് കാണിക്കണം. സെൻട്രൽ മാനിഫോൾഡ് പൈപ്പ് നമുക്കിപ്പോൾ കിട്ടിയ 45 സെൻറ്റിമീറ്റർ എന്ന് മാർക്ക് ചെയ്ത് കാണിക്കുക. അതുപോലെ ലാറ്ററലിന് ഇനി കണ്ടുപിടിക്കുമ്പോൾ അതും അവിടെ മാർക്ക് ചെയ്യണം. Then hence use a 45 centimeter diameter manifold pipe laid lengthwise along the center of the filter bottom. Then laterals running perpendicular to the manifold എന്ന് പറയുമ്പോൾ widthwise emanating from the manifold may be laid at a spacing of 15 centimeter. 15 കിട്ടിയത് 15 to 30 centimeter ആണ്. അതിൽ നമ്മൾ 15 എന്ന് എടുത്തു. Spacing between laterals. ഇനി number of laterals കണ്ടുപിടിക്കണം. Number of laterals equal to filter length divided by spacing. Filter length 5.2 meter അതിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ സ്പേസിങ് 15 ഈക്വൽ ടു 34.6 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 35. അപ്പോൾ ഈ ലാറ്ററൽസ് 35 എന്ന് പറഞ്ഞ് ആ ഫിഗറിൽ സെൻട്രൽ മാനിഫോൾഡ് പൈപ്പിൽ പെർപെൻഡിക്കുലറാന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും വരുന്നുണ്ട്. അപ്പോൾ രണ്ട് സൈഡിലും കൂടെ ആകുമ്പോൾ ഒരു സൈഡിലാണ് നമ്മൾ 35, അപ്പോൾ രണ്ട് സൈഡിലൂടെ ആകുമ്പോൾ ടോട്ടൽ 70 ലാറ്ററൽസ്. അപ്പോൾ ഹെൻസ് യൂസ് 70 ലാറ്ററൽസ് ഇൻ ഓൾ ഇൻ ഈച്ച് യൂണിറ്റ്. ഇനി ലാറ്ററലിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. ലെങ്ത് ഓഫ് ഈച്ച് ലാറ്ററൽ ഈക്വൽ ടു വിഡ്ത്ത് ഓഫ് ഫിൽട്ടർ ബൈ 2 മൈനസ് ഡയമീറ്റർ ഓഫ് മാനിഫോൾഡ് ബൈ 2. വിഡ്ത്ത് ഓഫ് ഫിൽട്ടർ 3.4 by 2 minus diameter of manifold 45 centimeter or 0.45 meter divided by 2 equal to 1.475 meter. Now adopting 13 millimeter diameter perforations in the lateral. നേരത്തെ നമ്മൾ 13 millimeter ആണ് പെർഫറേഷൻ്റെ ഡയമീറ്റർ എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ വീണ്ടും നമ്മൾ ടോട്ടൽ ഏരിയ ഓഫ് പെർഫറേഷൻസ് ഈക്വൽ ടു നേരത്തെ കിട്ടി 0.035 മീറ്റർ സ്ക്വയർ ഓർ 350 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ഇതിൽ നിന്ന് എത്ര ലാറ്ററൽ, മൊത്തം 70 ലാറ്ററൽ ഉണ്ട്, ഓരോ ലാറ്ററലിലും എത്ര പെർഫറേഷൻ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ടോട്ടൽ പെർഫറേഷൻസ്. അപ്പോൾ ലെറ്റ് എക്സ് ബി ദി ടോട്ടൽ നമ്പർ ഓഫ് പെർഫറേഷൻസ്. അപ്പോൾ എക്സ് ഇൻറ്റു ഒരു പെർഫറേഷൻ്റെ ഏരിയ π/4 ഇൻറ്റു 1.3 സ്ക്വയർ 13 millimeter, അതിന് നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു, ഈക്വൽ ടു ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞത് 350. അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. എക്സ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പെർഫറേഷൻസ് ഇൻ ഓൾ 70 ലാറ്ററൽസ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 263.8 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 264. ദെൻ അപ്പോൾ നമ്പർ ഓഫ് ഈ 264 കിട്ടിയത് 70 ലാറ്ററൽസിലെ പെർഫറേഷൻസ്. അപ്പോൾ ഒരു ലാറ്ററലിലെ പെർഫറേഷൻ കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് പെർഫറേഷൻസ് ഇൻ ഈച്ച് ലാറ്ററൽ ഈക്വൽ ടു 264 ഡിവൈഡഡ് ബൈ 70 ഈക്വൽ ടു 3.8 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 4. വീണ്ടും ഇനി ഏരിയ ഓഫ് പെർഫറേഷൻസ് കണ്ടുപിടി. ഇപ്പം നമുക്ക് ആക്ച്വൽ നമ്പർ ഓഫ് ലാറ്ററൽസ്, നമ്പർ ഓഫ് പെർഫറേഷൻസ് എത്രയെന്ന് കിട്ടി. അപ്പോൾ ഏരിയ ഓഫ് പെർഫറേഷൻസ് പെർ ലാറ്ററൽ ഈക്വൽ ടു ഒരു ലാറ്ററലിലെ പെർഫറേഷൻ 4 ഇൻറ്റു ഒരു പെർഫറേഷൻ്റെ ഏരിയ π/4 ഇൻറ്റു 1.3 സ്ക്വയർ ദറ്റ് ഈക്വൽ ടു 5.3 സെൻറ്റിമീറ്റർ സ്ക്വയർ ദറ്റ് ഈക്വൽ ടു 5.3 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഈ പെർഫറേഷൻ്റെ ഏരിയ കിട്ടി, അതിൽ നിന്ന് ലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ ഓഫ് ഈച്ച് ലാറ്ററൽ എന്ന് പറഞ്ഞത് നേരത്തെ നമ്മൾ അസ്യൂം ചെയ്തു ടോയ്സ് ദ ഏരിയ ഓഫ് പെർഫറേഷൻസ് ദറ്റ് ഈസ് 2 ഇൻറ്റു 5.3 ദറ്റ് ഈക്വൽ ടു 10.6 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി ലെറ്റ് ഡി ഡാഷ് ബി ദി ഡയമീറ്റർ ഓഫ് ഈച്ച് ലാറ്ററൽ, then π/4 ഇൻറ്റു ഡി ഡാഷ് സ്ക്വയർ ഈക്വൽ ടു 10.6. അതിൽ നിന്ന് ഡി ഡാഷ് കണ്ടുപിടിക്കുക. ഡി ഡാഷ് എന്ന് പറഞ്ഞത് ഡയമീറ്റർ ഓഫ് ഈച്ച് ലാറ്ററൽ. ഇപ്പോൾ ഡയമീറ്റർ ഓഫ് ഈച്ച് ലാറ്ററൽ ഈക്വൽ ടു
3.67 centimeter, approximately equal to 3.7 centimeter. Then hence use ആ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച അത്രയും ഒന്ന് കൺക്ലൂഡ് ചെയ്ത് ഇവിടെ എഴുതണം. Hence use 70 laterals each of 3.7 centimeter diameter at 15 centimeter center to center, അതെന്ന് പറഞ്ഞാൽ spacing, each having 4 perforations of 13 millimeter size with 45 centimeter diameter manifold. ഇനി ഇത് ശരിയാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാനാണ് ലെങ്ത് ഓഫ് ഈച്ച് ലാറ്ററൽ ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ഓഫ് ലാറ്ററൽ, ആ റേഷ്യോ കണ്ടുപിടിക്കുക. ലെങ്ത് ഓഫ് ഈച്ച് ലാറ്ററൽ എന്ന് പറഞ്ഞത് 147.5 ഡിവൈഡഡ് ബൈ diameter of lateral 3.7, that equal to 39.9, and this ratio should not exceed 60. അപ്പോൾ ഇത് ലെസ് ദാൻ 60 ആണ്, hence safe. Then ഇനി അടുത്ത് ഇതിലെ വാഷിംഗ് റേറ്റ് let us assume the rate of washing of the filter be 45 centimeter rise per minute or 0.45 meter per minute. 0.45 കിട്ടിയ നമ്മൾ ആ റേഞ്ച് എന്ന് പറഞ്ഞ് 15 to 90 centimeter per minute, usually taken as 45 centimeter per minute. അതിൽ നിന്ന് വാഷ് വാട്ടർ ഡിസ്ചാർജ് ഈക്വൽ ടു റേറ്റ് ഓഫ് വാഷിംഗ് ഓഫ് ദി ഫിൽട്ടർ ഇൻറ്റു ഫിൽട്ടർ ഏരിയ. റേറ്റ് ഓഫ് വാഷിംഗ് ഓഫ് ദി ഫിൽട്ടർ 0.45 meter per minute, അതിന് സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു ഫിൽട്ടർ ഏരിയ എന്ന് പറഞ്ഞത് 5.2 ഇൻറ്റു 3.4 ഈക്വൽ ടു 0.133 meter cube per second. Then velocity of flow in the lateral for wash water, velocity of flow കണ്ടുപിടിക്കാൻ V is equal to നമ്മൾ സാധാ ചെയ്യണ മാതിരി ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ. ഇവിടെ ഡിസ്ചാർജ് എന്ന് പറഞ്ഞത് വാഷ് വാട്ടർ ഡിസ്ചാർജ്, ദറ്റ് ഈസ് 0.133 ഡിവൈഡഡ് ബൈ ഏരിയ മീൻസ് ഏരിയ ഓഫ് ലാറ്ററൽ. ടോട്ടൽ 70 ലാറ്ററൽസ് ഉണ്ട്. ഒരു ലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറഞ്ഞത് π/4 ഇൻറ്റു ഡയമീറ്റർ 3.7, അത് 3.7 സെൻറ്റിമീറ്റർ, അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. 3.7/100 ദ ഹോൾ സ്ക്വയർ, അപ്പോൾ 1.77 meter per second. ഇതുപോലെ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ മാനിഫോൾഡ് കണ്ടുപിടിക്കുക. അപ്പോൾ വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ മാനിഫോൾഡ് വരുമ്പോൾ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് മാനിഫോൾഡ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ വാഷ് വാട്ടർ ഡിസ്ചാർജ് 0.133 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് മാനിഫോൾഡ് π/4 ഇൻറ്റു മാനിഫോൾഡിൻ്റെ ഡയമീറ്റർ 45 സെൻറ്റിമീറ്റർ ഓർ 0.45 സ്ക്വയർ ഈക്വൽ ടു 0.84 meter per second. ദിസ് വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ ദ മാനിഫോൾഡ് എന്ന് പറഞ്ഞത് ലെസ് ദാൻ 1.8 to 2.4 meter per second, അതാണ് അതിൻ്റെ റേഞ്ച്. അപ്പോൾ ഇതിവിടെ കിട്ടിയത് നമുക്ക് ലെസ് ദാൻ 1.8 to 2.4 meter per second, ഹെൻസ് സേഫ്. അപ്പോൾ ഇത്രയാ ഡിസൈൻ ഓഫ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം. നെക്സ്റ്റ് ഡിസൈൻ ഓഫ് വാഷ് വാട്ടർ ട്രഫ്. വാഷ് വാട്ടർ ട്രഫ് എന്ന് പറഞ്ഞത് ഡേർട്ടി വാഷ് വാട്ടറിനെ കളക്ട് ചെയ്യുക. വാഷ് വാട്ടർ ട്രഫ്സ് ആർ ജനറലി കെപ്റ്റ് അറ്റ് എബൌട്ട് 1.5 to 2 meters എപ്പാർട്ട്. എന്ന് പറഞ്ഞാൽ സ്പേസിങ് ഓഫ് ട്രഫ്സ് എന്ന് പറഞ്ഞത് 1.5 to 2. അപ്പോൾ ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നിൽ സ്പേസിങ് അസ്യൂം ചെയ്തിട്ട് എത്ര ട്രഫ്സ് വരും എന്നുള്ളത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്പർ ഓഫ് ട്രഫ്സ് അസ്യൂം ചെയ്തിട്ട് സ്പേസിങ് ഈ ലിമിറ്റിൽ വരണുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെയ്യണേ നമ്മൾ 3 ട്രഫാണെന്നുള്ള അസംഷനിലെടുത്തു. ഫിൽറ്റർ ലെങ്ത് 5.3 meter. അപ്പോൾ അതിനകത്ത് എത്ര സ്പേസിങ് വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ലെങ്ത് ഓഫ് 5.3 meter filter bed, let us provide 3 troughs at a spacing of filter length 5.2 divided by 3 number of troughs, that equal to 1.73 meters apart. ആ 1.73 എന്ന് പറഞ്ഞത് വിത്തിൻ ലിമിറ്റിലാണ്. 1.5നും 2നും ഇടയ്ക്കാണ്, അതുകൊണ്ട് സേഫ്. ഇപ്പോൾ 2 ട്രഫ് എടുക്കുകയാണെങ്കിൽ 5.2 ഡിവൈഡഡ് ബൈ 2, അപ്പോൾ 2.6 വരെ, അത് ഗ്രേറ്റർ ദാൻ 2 meter ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ
ദ ടോട്ടൽ അപ്പോൾ നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത 3 ട്രഫ്, ആ 3 ട്രഫിലെയും കൂടെയുള്ള ഡിസ്ചാർജ് വാഷ് വാട്ടർ ഡിസ്ചാർജ് ആണ് 0.133 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ ടോട്ടൽ വാഷ് വാട്ടർ ഡിസ്ചാർജ് ഓഫ് 0.133 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എൻറ്റേഴ്സ് ഇൻ ദീസ് 3 ട്രഫ്സ്. അപ്പോൾ ഡിസ്ചാർജ് ഇൻ ഈച്ച് ട്രഫ് ഈക്വൽ ടു 0.133 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 0.044 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അപ്പോൾ ഡിസ്ചാർജ് ഇൻ ഈച്ച് ട്രഫ് എന്ന് പറഞ്ഞത് 0.044 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി the dimensions of the flat bottom trough are now designed by using an empirical formula Q equal to 1.376 into B into y raised to 3 by 2, where Q is the wash water discharge in meter cube per second, B is the width of trough, assume B width of trough equal to 0.2 meter, y is the water depth in the trough in meter. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് വാട്ടർ ഡെപ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ Q.044 ഈക്വൽ ടു 1.376 ഇൻറ്റു 0.2 ഇൻറ്റു y റേസ് ടു 3 by 2 or y ഈസ് ഈക്വൽ ടു 0.3 മീറ്റർ or 30 സെൻറ്റിമീറ്റർ. ദെൻ ആ ഫിഗറിൽ ആ ട്രഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ട്രഫ് എന്ന് പറയുമ്പോൾ വി ഷേപ്പ് വരാം, സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ സെമി സർക്കുലർ ഷേപ്പ്. ഇപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞത് വിഡ്ത്ത് ഓഫ് ട്രഫ്, അതിവിടെ മാർക്ക് ചെയ്യണം. നമ്മളിപ്പോൾ അസ്യൂം ചെയ്ത 0.2 മീറ്റർ, വാട്ടർ ഡെപ്ത്ത് ഇപ്പോൾ കിട്ടിയ 0.3 മീറ്റർ എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ. നമ്മളിപ്പോൾ 30 സെൻറ്റിമീറ്റർ കറക്റ്റ് ഡെപ്ത്ത് അല്ല, കുറച്ച് എക്സ്ട്രാ ഡെപ്ത്ത് കൂടെ പ്രൊവൈഡ് ചെയ്യുക. ആ എക്സ്ട്രാ ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ബോർഡ് എന്ന് പറഞ്ഞത് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ കീപ്പിംഗ് 5 സെൻറ്റിമീറ്റർ ഫ്രീ ബോർഡ്, അഡോപ്റ്റ് ദ ഡെപ്ത്ത് ഓഫ് or total depth of the trough equal to water depth 30 plus freeboard 5, that is 35 centimeter. But hence 3 number wash water troughs of size 35 centimeter by 20 centimeter may be used. അപ്പോൾ ഈ ഇത്രയാണ് കംപ്ലീറ്റ് ഡിസൈൻ. ഇത് ഡിസൈൻ ചെയ്തിട്ട് നേരത്തെ വരച്ച റാപ്പിഡ്സ് ആൻഡ് ഫിൽറ്ററിൻ്റെ ഫിഗർ കംപ്ലീറ്റ് വരച്ച് പാർട്സ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ കമ്പോണൻറ്റ് പാർട്സ്, അതിൽ എൻക്ലോഷർ ടാങ്ക്, അതിൻ്റെ ഡെപ്ത്ത്, പിന്നെ ഏരിയ, ഫിൽറ്റർ മെറ്റീരിയൽ, ബേസ് മെറ്റീരിയൽ, അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം നമ്മൾ ഇതിനകത്ത് തന്നെ പ്രോബ്ലത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് എഴുതണം. ഫിൽറ്റർ മീഡിയ ഏതാണ്, അതിൻ്റെ പാർട്ടിക്കിൾ സൈസ്, യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ്, അതുപോലെ ബേസ് മെറ്റീരിയൽ ഏതാ, അതിൻ്റെ ഡെപ്ത്ത്, പിന്നെ സൈസ് ഓഫ് ഗ്രാവൽ, അതെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്യാം. എന്നാലേ 20 മാർക്കിന് കിട്ടുള്ളൂ. 20 മാർക്കാണെങ്കിൽ ഇത് ഇത്രയും എഴുതിയാലേ ആ 20 മാർക്സ് കിട്ടും. പിന്നെ അടുത്ത കമ്പാരിസൺ ഓഫ് സ്ലോ സാൻഡ് ആൻഡ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിനും ചോദിച്ചിട്ടുണ്ട്, അതിൽ കൂടുതൽ 10 മാർക്കിനും 8 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ റേറ്റ് ഓഫ് സ്ലോ സാൻഡ് ഫിൽറ്ററും റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വിത്ത് റെസ്പെക്ട് ടു സ്പെസിഫിക് ആയിട്ട് റേറ്റ് ഓഫ് ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുകയാണെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ കമ്പാരിസൺ ഓഫ് സ്ലോ സാൻഡ് ആൻഡ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ. ഫസ്റ്റ് വൺ പ്രീ ട്രീറ്റ്മെൻറ്റ് റിക്വയർമെൻറ്റ്. ഇൻ കേസ് ഓഫ് സ്ലോ സാൻഡ് ഫിൽറ്റർ ആണെങ്കിൽ പ്രീ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ ഇത് എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞത് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നുള്ള എഫ്ലുവൻ്റ് ആണ്. പക്ഷേ ഇൻ കേസ് ഓഫ് റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്റർ ആണെങ്കിൽ കൊയാഗുലേഷൻ, ഫ്ലോക്കുലേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ ഈസ് എ മസ്റ്റ്. നെക്സ്റ്റ് ബേസ് മെറ്റീരിയൽ. രണ്ടിലും ഗ്രാവൽ ആണ്, സ്ലോ സാൻഡ് ആയാലും റാപ്പിഡ് സാൻഡ് ആയാലും. അതിൻ്റെ ഡെപ്ത്ത് എന്ന് പറഞ്ഞത് 30 to 75 സെൻറ്റിമീറ്റർ ഇൻ കേസ് ഓഫ് സ്ലോ സാൻഡ് ഫിൽറ്റർ ആൻഡ് സൈസ് റേഞ്ചസ് ഫ്രം 3 to 65 mm. ആൻഡ് ഇൻ കേസ് ഓഫ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ ദ ഡെപ്ത്ത് ഈസ് 60 to 90 സെൻറ്റിമീറ്റർ ആൻഡ് സൈസ് റേഞ്ചസ് ഫ്രം 3 to 40 mm. ദെൻ ഫിൽറ്റർ സാൻഡ് ഓർ ഫിൽറ്റർ മെറ്റീരിയൽ. രണ്ടിലും സാൻഡ്. The size of the sand particles ranges from 0.2 to 0.4 mm and uniformity coefficient 1.8 to 2.5 or 3 in case of slow sand filter. And in case of rapid sand filter, the effective size is 0.35 to 0.55 and uniformity coefficient 1.2 to 1.8. Then under drainage system. In case of slow sand filter,
the main function of underdrainage system is to receive and collect the filtered water. And in case of rapid sand filter, main function is to receive and collect the filtered water and also to pass water for backwashing. Then size of each unit. In case of slow sand filter, large area, that is 30 meter by 60 meter, or the area ranges from 100 to 2000 meter square. And in case of rapid sand filter, smaller area, that is 5 meter by 8 meter, the area ranges from 10 to 80 meter square. Then the rate of filtration, in case of slow sand filter, 100 to 200 liters per hour per meter square, and in case of rapid sand filter, 3000 to 6000 liters per hour per meter square. Economy, high initial cost, that is high initial cost means of both land and material, but low cost of operation and maintenance in case of slow sand filter. But in case of rapid sand filter, low initial cost but higher cost of operation and maintenance. So overall it is cheaper and economical. Then depreciation cost is relatively low in case of slow sand filter and relatively high in case of rapid gravity filter. Then flexibility, slow sand filter not flexible for meeting variations in demand, and in case of rapid sand filter quite flexible for meeting reasonable variations in demand. Then period of cleaning, slow sand filter clean at intervals of 1 to 3 months, but in case of rapid sand filter it is cleaned at interval of 1 to 3 days. Then efficiency, in case of slow sand filter 98 to 99% bacteria is removed, but in case of rapid sand filter 80 to 90% bacteria is removed. And then suitability and adaptability, in slow sand filter may be adopted for treating smaller village supplies or for individual industrial supplies, especially at hotter places where no covers are required to protect the filters from freezing. And in case of rapid gravity filter, they are widely and almost universally adopted for treating public supplies, especially at all major cities and towns. Then skilled supervision, in case of slow sand filter not required, but in case of rapid sand filter it is essential. Then post treatment required, in case of slow sand filter almost pure water is obtained, however it may be disinfected slightly to make it completely safe. Other miscellaneous treatments may or may not be required. And in case of rapid gravity filter, disinfection is a must, and some other miscellaneous treatments may be given if needed. Then ease in construction, in case of slow sand filter it is simple, but in case of rapid gravity filter it is complicated. Then loss of head, in case of slow sand filter approximately 0.1 meter is the initial loss, and 0.8 to 1.2 meter is the final limit when cleaning is required. And in case of rapid gravity filter, approximately 0.3 meter is the initial loss, and 2.5 to 3.5 meter is the final limit. Then method of cleaning, then in case of slow sand filter, the scraping and removing the top 1.5 to 3 centimeter thick layers and washing down by hoses or laborious method. And in case of rapid gravity filter, agitating the sand grains and backwashing with or without compressed air on short and easy method is also used. Then quantity of wash water required, in case of slow sand filter very small amount of wash water is required, that is 0.2 to 0.6% of the total filtered water, and in case of rapid gravity filter 1 to 5% of the total filtered water.